ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് ഞാൻ ഷാർജയിൽ നിന്നും അബുദാബിയിലേക്ക് പോവാട്ടോ. എനിക്ക് കമ്പനിയിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. രാവിലെ തന്നെ ഒരു 6 മണിക്ക് എഴുന്നേറ്റ് 6:30-ക്ക് ടാക്സി വിളിച്ചു ജുബൈൽ ബസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അവിടെയാണ് നമ്മുടെ അബുദാബി ബസ് ഉള്ളത്. അപ്പോൾ ജുബൈൽ ബസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ എനിക്ക് അവിടെ അബുദാബി ബസ് ഉണ്ടായിരുന്നു. ഞാൻ അതിൽ വേഗം ഓടിക്കേറി അങ്ങനെ ബസ് പതിയെ സ്റ്റാർട്ട് ചെയ്തു. രാവിലെ ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരിയ തോതിലൊക്കെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെന്നാലും അതൊക്കെ മെല്ലെ മെല്ലെ താണ്ടി ബസ് ഇങ്ങനെ മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നുണ്ടെന്ന് ഉറങ്ങാനും പറ്റുന്നില്ല. ഷാർജ ടു അബുദാബി എന്ന് പറയുമ്പോൾ ഒരു 3 മണിക്കൂറത്തെ യാത്രയുണ്ട്. ഇരുന്നിരുന്ന് ബോറടിച്ചു. ഇടയ്ക്ക് ഫോൺ എടുത്തിങ്ങനെ വീഡിയോ എടുക്കും, പിന്നെ ഇരിക്കും. ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് ഫോൺ നോക്കിക്കഴിഞ്ഞാൽ തലവേദനയും ഛർദിയും വരുന്നുണ്ട്. ഞാൻ അധികം ഫോൺ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് യൂട്യൂബിലിടാൻ വേണ്ടി വീഡിയോസൊക്കെ എടുത്തു. അതിനിടയിൽ ഇതൊരു മ്യൂസിയം ആട്ടോ, ദുബായിലെ എന്തോ ഒരു മ്യൂസിയം. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി എന്താണെന്നുള്ളത്. എനിക്കാണെങ്കിൽ ഞാൻ തലവേദന എടുക്കുമായിരുന്നു. അതിനിടയിൽ കൂടെ ഈ മ്യൂസിയം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂ. പിന്നെ ഇവിടെ ഇതൊക്കെ അറബികളുടെ വീടുകളാണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ കുറേശ്ശെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് ബസ്സിലിരുന്ന് ഇങ്ങനെ പതിയെ പോവുകയാണ്. ഭയങ്കര ബോറാണ്. ഇതാണെങ്കിൽ അബുദാബിയിലെ ചെറിയൊരു ബസ് സ്റ്റേഷനാട്ടോ ആ കണ്ടത്. ബസ് സ്റ്റോപ്പാണത്, ബസ് സ്റ്റോപ്പ്. അപ്പോൾ അവിടെ ഒരു ലേഡി ഇറങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഡ്രൈവർ അവരെ ഇറക്കിയിട്ട് കയറുന്ന സീനാണ് ഈ കാണുന്നത്. അതിനിടയിൽ ഞാൻ രാവിലെ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ സ്നാക്സും ജ്യൂസും കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അബുദാബി എത്തിയപ്പോഴേക്കും ഞാൻ പിന്നെ അത് വിചാരിച്ചു കഴിക്കാമെന്ന്. അങ്ങനെ കേക്കും ജ്യൂസൊക്കെ കഴിച്ചു. അങ്ങനെ ഇരുന്നു. അതിനുശേഷം വീണ്ടും ബസ്സിങ്ങനെ പോകുമ്പോൾ അവിടുത്തെ ആ മരങ്ങളും ഒക്കെ റോഡ് സൈഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ റിവറും ഇതൊക്കെ കണ്ടു. അപ്പോൾ അതും കുറച്ച് ക്യാമറയിൽ പകർത്തി ഇങ്ങനെ പോവുകയാണ് ഗൈസ്. ഇതൊരു വെറൈറ്റി ബിൽഡിംഗ് അല്ലേ, പക്ഷെ അതെനിക്ക് നിങ്ങൾ നല്ലപോലെ കാണിക്കാൻ പറ്റില്ല. സാരമില്ല, എപ്പോഴെങ്കിലും നമുക്ക് കാണുമ്പോൾ എടുക്കാം. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ അബുദാബിയിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മുടെ അബുദാബി ബസ് സ്റ്റേഷൻ എത്തി ഗൈസ്. ബസ് ഇങ്ങനെ വളഞ്ഞ് ബസ് സ്റ്റേഷനകത്തേക്ക് പറ്റില്ല. അങ്ങനെ അബുദാബി ബസ് സ്റ്റേഷനെത്തി ഞാൻ ഇറങ്ങി. ഇത് അബുദാബി പോലീസിൻ്റെ വണ്ടിയായിട്ടോ ആ കാണുന്ന ജീപ്പ്. ജസ്റ്റ് കണ്ടപ്പോൾ എടുത്തുന്നുണ്ട്. ഇത് ദുബായിലെ ഏറ്റവും വലിയ മസ്ജിദ് ആട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത്. കണ്ടപ്പോൾ ക്യാമറ എടുത്തത്. അതായത് ദുബായിലെ ഏറ്റവും വലിയ മസ്ജിദ്. പല സ്ഥലങ്ങളിൽ നിന്നും ആളുകളിലൂടെ വിസിറ്റ് ചെയ്യാൻ വരാറുണ്ട്. അങ്ങനെ അതെല്ലാം കവർ ചെയ്ത് പോയി. പിന്നെ ഞാൻ ഷോപ്പിലെത്തി. അവിടുത്തെ പ്രൊമോട്ടറുമായി ഫുഡ് കഴിക്കാൻ പോയി. അതിനുശേഷം ഞങ്ങൾ നേരെ ഓഫീസിലെത്തി. പിന്നെ അവിടെ സാറും മാനേജറും എല്ലാവരുമായിട്ട് ഓഫീസ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് അധികം സമയം തന്നെ നമ്മളവിടെ ഓഫീസിൽ സ്പെൻഡ് ചെയ്തായിരുന്നു. പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. പിന്നെ നമുക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റിൻ്റെ ഫേസ് വാഷും സ്ക്രബും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് അവിടെ അബുദാബി തന്നെയുള്ള തലാൽ റെസ്റ്റോറൻറ്റിലാണ് പോയത്. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു കേട്ടോ. നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയുമുള്ള ഫുഡായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ. നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ ആദ്യം അവർ നമുക്ക് വെൽക്കം ഡ്രിങ്ക് തരും. അങ്ങനെ അതൊക്കെ കുടിച്ചു. അതിനുശേഷം പിന്നെ അവർ സൂപ്പ് കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ചിക്കൻ, പൊറോട്ട, റൊട്ടി, പിന്നെ പൂരി, അങ്ങനെ എന്തെല്ലോ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും അതൊക്കെ കഴിച്ചു. വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു. എല്ലാവരും കഴിക്കുന്നതിൻ്റെയും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഞാനധികം ഫുഡൊന്നും എടുത്തില്ല, എനിക്ക് വിശക്കുന്നില്ലായിരുന്നു. ഞാൻ പിന്നെ ലാസ്റ്റ് ഒരു ചായയിൽ അവസാനിച്ചു. നമ്മുടെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങളെല്ലാവരും ഓരോ വഴിയിലോട്ടായി പോയി.
പിന്നെ ഞാൻ രാത്രി ഒരു 11 മണിയൊക്കെ ആയി റൂമിലെത്തിയപ്പോൾ. അബുദാബിയിൽ നിന്ന് ഷാർജ വരെ എത്തണ്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുക ഷെയർ ചെയ്യുക. ബൈ, താങ്ക് യു സോ മച്ച്.